കേരളത്തിനെതിരായി അധിക്ഷേപ പരാമർശത്തിൽ വിശദീകരണവുമായി ബി.ജെ.പി. മന്ത്രി നിതേഷ് റാണ. കേരളത്തിലെ സാഹചര്യം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുകയാണ് താൻ ചെയ്തത് എന്നാണ് റാണയുടെ വിശദീകരണം. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. എന്നിരുന്നാലും കേരളത്തിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നത് എല്ലാവരും ആശങ്കപ്പെടുന്ന കാര്യമാണ്. ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നത് ദൈനംദിന കാര്യമായി മാറിയിരിക്കുന്നു. ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ലവ് ജിഹാദ് കേസുകളും കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. താൻ കേരളത്തിലെ സാഹചര്യം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുകയാണ് ചെയ്തത്. ഹിന്ദുക്കളോട് പാകിസ്ഥാൻ പെരുമാറുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തുണ്ടായാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം. അതാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറയാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ വസ്തുതകൾ മാത്രമാണ് പറഞ്ഞത്. 12,000 ഹിന്ദു സ്ത്രീകളെ ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് തടഞ്ഞ് അവരെ സഹായിച്ച ഒരാൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കുറിച്ച് ഞാൻ പറഞ്ഞത്, വയനാട് മണ്ഡലത്തിലെ ആരോടെങ്കിലും ചോദിക്കൂ, അവർ രണ്ടുപേരെയും പിന്തുണച്ചത് ആരാണ് എന്ന് ആ മണ്ഡലത്തിലുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഇതാണ് റാണയുടെ വിശദീകരണം. കേരളം മിനി പാകിസ്ഥാൻ ആണ് എന്നാണ് മന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം. കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത്. കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടിന്റെ ബലത്തിലാണ് ഇവർ വിജയിച്ചതെന്നും നിതീഷ് റാണെ പറഞ്ഞു. ഇന്നലെ പൂനെയിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് റാണയുടെ വിദ്വേഷ പരാമർശം. നിരന്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ കുപ്രസിദ്ധനാണ് റാണെ എന്നാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ പ്രകോപന പ്രസ്താവന നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് മഹാരാഷ്ട്ര പോലീസ് നടപടിയുടെ സംഘാടകരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് കേരളത്തിനെതിരെ നിതീഷ് റാണയുടെ വിദ്വേഷ പരാമർശം. അതേസമയം കേരളത്തിനെതിരായ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ കോൺഗ്രസും രംഗത്ത് വന്നു. ബി.ജെ.പിയുടെ രാഷ്ട്രീയ ശൈലിയാണ് നിതീഷ് റാണെ പ്രകടിപ്പിച്ചത് എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പറഞ്ഞു. നിതീഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൻ.സി.പി. ഉൾപ്പെടെയുള്ള പാർട്ടികളും രംഗത്തെത്തി. കേന്ദ്രമന്ത്രിയായിരുന്ന നാരായണ റാണയുടെ മകനാണ് നിതീഷ്. അദ്ദേഹം പറഞ്ഞതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം പാകിസ്ഥാൻ പോലും ഹമാസ് നേതാക്കളുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. പാകിസ്ഥാനിൽ പോലും ഹമാസിന്റെ നേതാവ് വന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് നമ്മൾ കണ്ടില്ല. ഏതെങ്കിലും ഒരു ലോകരാജ്യം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഹമാസ് നേതാക്കളെ ചരിത്ര പുരുഷന്മാരായിട്ട് അവരോധിക്കാറുണ്ട്. കേരളത്തിൽ അതും സംഭവിച്ചിരിക്കുന്നു. പാലക്കാട് തൃത്താലയിൽ യഹ്യ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങൾ ഏന്തി യുവാക്കൾ ദർഗ സംഘടിപ്പിച്ചിരിക്കുന്നു. പള്ളി ഉറൂസിനോടനുബന്ധിച്ചിട്ട് നടന്ന ഘോഷയാത്രയിൽ യഹ്യ സിൻവാറിനെയും ഇസ്മായിൽ ഹനിയയെയും കേരളത്തിന്റെ ചരിത്ര പുരുഷന്മാരായിട്ട് അവരോധിക്കുന്നതിന് വേണ്ടി ഒരു ഘോഷയാത്ര. ഖാലിദ് മിഷേൽ എന്ന് പറയുന്ന ഒരു കൊടും ഭീകരൻ മലപ്പുറത്തിന്റെ മണ്ണിൽ അയാളെ കൊണ്ടുവന്നിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെ ഇവർക്ക് മാത്രമേ സാധിക്കൂ. കേരളം മിനി പാകിസ്ഥാൻ ആയി എന്നതിന് എന്താ വ്യത്യാസം, എന്താ സംശയം? പാകിസ്ഥാനിൽ പോലും നടക്കാത്ത രൂപത്തിലുള്ള വിഷയങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. ആണും പെണ്ണും ഇടകലരരുത്. ഒരു ഭർത്താവ് മരിച്ച് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് 10-25 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീയെ അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ മക്കളാണ് കൊണ്ടുപോകുന്നത് മണാലിയിലെ മണ്ണു വാരാൻ വേണ്ടിയിട്ട്, മഞ്ഞു വാരാൻ വേണ്ടിയിട്ട്. ഭർത്താവ് മരിച്ച ഒരു വല്ലുമ്മ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് വല്ലാതെ ഇവിടെ കിടന്ന് എകിളി കൊള്ളുന്നത് കണ്ടു. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പാകിസ്ഥാനിലെയും അഫ്ഗാനിലെയും നിയമങ്ങളല്ലേ ഇവർ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല. ഇവര് തരാതരം ഇവരുടെ 6-ാം നൂറ്റാണ്ടിന്റെ മത ചിന്തകൾ, ആ മത കൽപ്പനകൾ നമ്മളിലേക്ക് ഇവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മതപരിവർത്തനം നമ്മുടെ നാട്ടിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, ഒരു സംശയവും ഇല്ല. ഇപ്പൊ രാജസ്ഥാനിലെ ബീക്കാനീറില് മുക്തപ്രസാദ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഏറ്റവും പുതിയ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു വീട് റെയ്ഡ് ചെയ്തു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ പ്രസംഗകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ബംഗ്ലാനഗർ പ്രദേശത്തെ ഒരു വീട്ടിനകത്ത് പ്രാർത്ഥനാ യോഗത്തിന്റെ പേരിൽ ആളുകളെ മതപരിവർത്തനം നടത്താൻ ശ്രമം നടക്കുന്നതായിട്ടാണ് വിവരം ലഭിച്ചത്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഹിന്ദു സംഘടനകളാണ് ആദ്യം സ്ഥലത്തെത്തുന്നത്. ഇതിനുശേഷമാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തുന്നു, പ്രഭാഷകരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു.
തമിഴ്നാട്, പുതുച്ചേരി, ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ബീക്കാനീറിൽ എത്തിയിരിക്കുന്നത് എന്നാണ് വെളിപ്പെട്ടത്. ഒരു വാടക വീട് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. വീട്ടിൽ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. ഇവരുടെ പ്രസംഗം കേൾക്കാൻ നിരവധി ആളുകളും തടിച്ചുകൂടിയിരുന്നു. വിവരമറിഞ്ഞ ആദ്യം വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ജാഗരൺ മഞ്ചിന്റെയും പ്രവർത്തകർ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് ഹൈന്ദവ സംഘടനകൾ മതപരിവർത്തനത്തെ എതിർത്തു. വിവരം ലഭിച്ചതിനെ തുടർന്ന് സിഒ സദർ ശ്രാവൺ ദാസ് സന്ത് സ്ഥലത്തെത്തുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പ്രദേശവാസികൾ പറയുന്നതിനനുസരിച്ച് വളരെ കാലമായി പുറത്തുനിന്നുള്ള ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ടായിരുന്നത്രേ. 25,000 രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ചിലരെ വിളിച്ചതായും ആരോപണമുണ്ട്. പോലീസ് സ്ഥലത്ത് നിന്ന് ആക്ഷേപകരമായ രേഖകളും മറ്റു വസ്തുതകളും പിടിച്ചെടുത്തു. പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയവർ അന്ത്യോദയ നഗർ, ബംഗ്ല നഗർ, ഇന്ദിരാ കോളനി, മുക്തപ്രസാദ് കോളനി, ഉദസർ എന്നിവിടങ്ങളിലെ താമസക്കാരാണ് എന്നും ഇവരിലെ ഭൂരിഭാഗവും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്നും പറഞ്ഞു. പലപ്പോഴും ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ ഇവിടെ അകപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അതിനെ സംബന്ധിച്ചിട്ട് എങ്ങാനും സംസാരിച്ചാൽ നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദ് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ വാളെടുക്കും എന്ന് കരുതി ഉള്ള ഒരു കാര്യത്തെ ഇല്ല എന്ന് പറയാനും ഞാൻ തയ്യാറല്ല. ഉള്ള വസ്തുത ഉള്ളതുപോലെ പറയും. അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവരെ അംഗീകരിക്കണമെന്നൊരു നിർബന്ധവുമില്ല. ഹിന്ദുക്കൾ ക്രിസ്ത്യൻ മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പോകുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. പക്ഷേ നിർബന്ധിപ്പിച്ച് അവരെ ഈ രണ്ട് മതങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഒരു പ്രവണത നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പണത്തിനു വേണ്ടി, അതല്ലെങ്കിൽ ജോലി, വീട് സൗകര്യങ്ങൾ, ഭീഷണിക്ക് വഴങ്ങിയും ഇത്തരം കൃത്യങ്ങൾ ഈ കാലഘട്ടത്തിലും നടക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്, ഒരു വാസ്തവമാണ്. ഇസ്ലാം മതത്തിലേക്ക് 12,000-ലധികം ഹിന്ദു സ്ത്രീകളെ ബേസ് ചെയ്തിട്ടാണ് പോയത്. അവരെയൊക്കെ തടയാൻ സാധിച്ചു എന്ന രൂപത്തിലാണ് ആ മന്ത്രിയുടെ പ്രഭാഷണം ഉണ്ടായത്. അപ്പൊ ഈ 12,000 ആളുകൾ അതുവരെ അവർ ശീലിച്ചു പാലിച്ചു പോന്ന ഒരു മതത്തെക്കുറിച്ച് എന്ത് അടിസ്ഥാന വിവരമാണ് അവർക്കുള്ളത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരകളായി മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. കൂട്ടുകാരികൾ കൊണ്ടുപോയി ലവ് ജിഹാദിലൊന്നും അകപ്പെടുത്താതെ തന്നെ മതം മാറ്റിയ അനഘയെ പോലെയുള്ള ആളുകളുണ്ട്. ഒരു വീട്ടിലെ 3 പെൺകുട്ടികൾ ഈ മതം മാറ്റുന്നു. ഈ മതം മാറുന്നത് കൊണ്ട് നമുക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടല്ല. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തപ്പെട്ടാൽ ആദ്യം വെറുക്കപ്പെടേണ്ടത് മാതാപിതാക്കളെ ആണ് എന്നൊരു ആശയമാണ് ഇവർ പഠിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം അനഘ എന്ന പെൺകുട്ടി ഐമ അമീറ എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഞങ്ങള് ഇല്ലാതാക്കും, ഞങ്ങൾ ഇനിയും ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല, നീ ഇസ്ലാം മതത്തിലേക്ക് പോയാലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കാഫറുകളല്ലേ, അങ്ങ് പോയിക്കോ. എങ്ങനെയാണത്രേ 10-23 വർഷം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് അനഘ പറഞ്ഞത് എന്ന് അനഘയുടെ തന്നെ വെളിപ്പെടുത്തലാണ്. കാരണം ആദ്യം വെറുക്കേണ്ടത് ജന്മം നൽകിയ മാതാപിതാക്കളെ ആണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന മതത്തിനകത്ത് എവിടെയാണ് മാനവികത തിരയുന്നത്? നന്ദി.